എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ബിഗിനേഴ്സിന് മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല വീഡിയോയുടെ ലാസ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പ്രാക്ടിക്കലി ഞാൻ കാണിച്ചു തരുന്നതാണ്. ഫസ്റ്റ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് കണ്ടു നോക്കാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്ക് ആണ്. ഇപ്പൊ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ കമ്പനി, ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഒരു കൂട്ടം ഓഫ് സ്റ്റോക്കുകളിലാണ്, ഒരു ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടെ നമുക്കൊരു ഡൈവേഴ്സിഫിക്കേഷൻ പോസിബിൾ ആണ്. അതായത് നമ്മൾ സ്റ്റോക്കുകളിലും ബോണ്ടുകളിലും അതർ സെക്യൂരിറ്റികളിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനി ഡൗൺ പെർഫോമൻസ് തരുന്നെങ്കിൽ ബാക്കിയുള്ള കമ്പനികളുടെ പെർഫോമൻസ് വെച്ച് അത് കവറപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോ മ്യൂച്വൽ ഫണ്ടിനും പ്രൊഫഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജർമാരുണ്ട്. നമുക്ക് രണ്ട് രീതിയിലാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ലംസം ആയിട്ടും അതുപോലെ തന്നെ SIP ആയിട്ടും. ഫസ്റ്റ് നമുക്ക് ലംസം ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് കണ്ടു നോക്കാം. ലംസം ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബൾക്ക് എമൗണ്ട്, ഒരു വലിയ എമൗണ്ട് അറ്റ് എ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ലംസം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കുവാണെങ്കിൽ അർജുൻ എന്ന് പറഞ്ഞ ആൾക്ക് ആനുവൽ ബോണസ് ആയിട്ട് ഒരു 10 ലക്ഷം രൂപ ലഭിച്ചു. അതിൽ 1 ലക്ഷം രൂപ ആള് മ്യൂച്വൽ ഫണ്ടിൽ സിംഗിൾ ഡേയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത് നമുക്ക് ഒരു വലിയ എമൗണ്ടാണ്. അപ്പൊ അതൊരു ലംസം ഇൻവെസ്റ്റ്മെന്റിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് വരുന്നതാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIP. അതാണ് നമ്മൾ റെഗുലർ ഇന്റർവെല്ലിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കോമൺലി മന്ത്ലി നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് ഒരു ഫിക്സഡ് ഡേറ്റിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കുവാണെങ്കിൽ സ്നേഹ എന്ന് പറഞ്ഞ ഒരാൾ ഒരു സാലറീഡ് പേഴ്സൺ ആണ്. മന്ത്ലി ഒരു 3000 രൂപ വെച്ച് മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ സ്നേഹയ്ക്ക് മാർക്കറ്റ് ഡൗണിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇപ്പം നമ്മൾ മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റി ബൈ ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ഹൈ ആവുന്ന സമയത്ത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടെ ആവറേജ് ചെയ്ത് പോകുന്നതായിരിക്കും. അതുകൊണ്ട് സ്നേഹയ്ക്ക് ഒരിക്കലും മാർക്കറ്റ് ഡൗണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് കമ്പാരിസൺ നോക്കുവാണെങ്കിൽ ലംസം ഇൻവെസ്റ്റ്മെന്റും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്റെയും കമ്പാരിസൺ നോക്കുവാണെങ്കിൽ ലംസം ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്റിന് ഒരു ബൾക്ക് എമൗണ്ട് ആവശ്യമാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന് നമുക്ക് 100 രൂപ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാർക്കറ്റ് ടൈമിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ ലംസം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയൊരു എമൗണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന് നമുക്ക് മാർക്കറ്റ് ഡൗണിന് വേണ്ടി, മാർക്കറ്റ് ലോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മിനിമം ഒരു 5-6 വർഷത്തേനൊക്കെ ആയിരിക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ ആവശ്യമുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ലംസം കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ എമൗണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സാലറീഡ് പേഴ്സൺ ഒക്കെ ആണെങ്കിൽ മന്ത്ലി അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഡെപ്റ്റ് ആവുന്നതായിരിക്കും. നമുക്ക് ഓട്ടോ പേ ഒക്കെ സെറ്റ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡെപ്റ്റ് ആവുന്നതായിരിക്കും. അതുപോലെ നമുക്ക് കുറച്ച് മ്യൂച്വൽ ഫണ്ട് കാറ്റഗറീസ് കണ്ടു നോക്കാം. ഇപ്പം നമ്മുടെ ഗോളിനും നമ്മുടെ ടൈം ഡ്യൂറേഷനും അനുസരിച്ച് നമ്മൾ ഓരോ കാറ്റഗറിയിലും എത്ര പെർസെൻറ്റേജ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ളത് വ്യത്യാസങ്ങൾ വരുന്നതാണ്. ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്കുകളിലാണ്, കോർപ്പറേറ്റ് ഷെയറുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു ലോങ് ടൈം വെൽത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഫണ്ട് സ്റ്റോക്കിന്റെയും അതുപോലെ ഡെപ്റ്റിന്റെയും കൂടെ ഒരു മിക്സ് ആണ് വരുന്നത്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ഇൻകം തരുന്ന ബോണ്ടുകളെയാണ് നമ്മൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്താണ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ ഫണ്ട് മാനേജറാണ് ഫുൾ കൺട്രോൾ. അതായത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഏത് സെക്ടർ ആണോ കൂടുതൽ പെർഫോം ചെയ്യുന്നത്, അതായത് ലാർജ് ആണോ മിഡ് ആണോ സ്മോൾ ആണോ, അതിനനുസരിച്ച് കൂടുതൽ പെർസെൻറ്റേജ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സെക്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അടുത്തത് വരുന്നതാണ് മൾട്ടി ക്യാപ് ഫണ്ട് എന്ന് പറയുമ്പോൾ മൾട്ടി ക്യാപ് ഫണ്ടിൽ കമ്പൽസറി ആയിട്ട് 25% വീതം ലാർജ് ക്യാപ്പിൽ 25%, 20% മിഡ് ക്യാപ്പിൽ, 25% സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള കമ്പൽസറിയാണ്. അതുപോലെ നമുക്ക് ടാക്സ് സേവിംഗ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീമിൽ ഇപ്പം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 3 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ട്. ലോക്കിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ 3 വർഷത്തിന് ശേഷമേ നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ഒരു ചാർട്ട് കാണാൻ സാധിക്കും. ഈ ചാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത 5 കാറ്റഗറി ബേസിസിലുള്ള ചാർട്ടാണ്. ടൈം ഡ്യൂറേഷൻ വരുന്ന 5 തൊട്ട് 7 വർഷം വരെയാണ്. ഈ ടൈം ഡ്യൂറേഷൻ എടുക്കുക ഫ്ലെക്സി ക്യാപ്, മൾട്ടി ക്യാപ്, അതുപോലെ തന്നെ ടാക്സ് സേവിംഗ് ഫണ്ടുകൾ ഒരു 12 തൊട്ട് 15%, അപ്രോക്സിമേറ്റ് ഒരു 12 തൊട്ട് 15% റിട്ടേൺ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഫണ്ട് ആണെങ്കിൽ ഒരു 10 തൊട്ട് അപ്രോക്സിമേറ്റ് ഒരു 12% വരെ റിട്ടേൺ തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കാറ്റഗറി വെച്ച് നോക്കുമ്പോഴത്തേക്കും 5 വർഷം ടു 7 വർഷമുള്ള ടൈം പീരീഡിൽ ഫ്ലെക്സി ക്യാപ്പിൽ 35% ഇൻവെസ്റ്റ് ചെയ്യുക, ഹൈബ്രിഡിൽ 25%, മൾട്ടി ക്യാപ്പിൽ 20%, ടാക്സ് സേവിംഗിൽ 15%, ലാർജ് ക്യാപ്പിൽ 10%.
ഞാനിപ്പോൾ ഈ 5 കാറ്റഗറികൾ എടുത്ത് ഡിസ്കസ് ചെയ്ത് വന്നത് ഒരിക്കലും ഒരു ബിഗിനർ ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചതാണ്. നമ്മുടെ ടൈം ഡ്യൂറേഷനും അതുപോലെ തന്നെ നമ്മുടെ ഗോളിനും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നതാണ്. നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. ഇപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സെറോദ എന്നൊരു സ്റ്റോക്ക് ബ്രോക്കറാണ്. സെറോദ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കറാണ്. അതുപോലെ നമ്മൾ സെറോദ ഉപയോഗിച്ചാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ബ്രോക്കറേജ് ഫീ എന്ന് പറഞ്ഞാൽ 0 ആണ്. നമുക്ക് സെറോദ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കോയിൻ ബൈ സെറോദ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ സെറോദയുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കോയിൻ ബൈ സെറോദ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് കോയിൻ ബൈ സെറോദ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് പ്രാക്ടിക്കലി ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് നമ്മൾ കോയിൻ എന്നുള്ള ആപ്പ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഹോം ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അതുപോലെ നമ്മൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കാണാൻ സാധിക്കും. ഹോമിന് തൊട്ടടുത്തായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കറണ്ട് പോർട്ട്ഫോളിയോ അതുപോലെ നമ്മൾ ഓർഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഓർഡറുകൾ കാണാൻ സാധിക്കും. പക്ഷേ ഡിസ്കവർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഇക്വിറ്റി സെലക്ട് ചെയ്ത് നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. മൾട്ടി ക്യാപ് ഫണ്ടുകളിൽ അതുപോലെ ടാക്സ് സേവിങ് ഫണ്ടുകളിൽ ചെറിയ കമ്പനികളിൽ വലിയ കമ്പനികൾ അല്ലെ വാല്യൂവിൻ്റെ ബേസിസിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡെപ്റ്റ് നമുക്കിപ്പോൾ ഒരു ഫിക്സഡ് ഇൻകം ലഭിക്കുന്ന ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെപ്റ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി അതായത് ഷെയറിൻ്റെയും ഡെപ്റ്റിൻ്റെയും മിക്സിനെയാണ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ഇപ്പോൾ നമുക്ക് റിട്ടയർമെൻ്റ് ആണ് നമ്മുടെ പ്ലാനെങ്കിൽ അതുപോലെ തന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അങ്ങനെ ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചു തരുന്ന ഹൈബ്രിഡ് ഫണ്ടിൽ മൾട്ടി അസറ്റ് അലോക്കേഷനിൽ ICICI പ്രൊഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ടാണ്. ഇപ്പോൾ ഞാൻ ഒരിക്കലും ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഒരു ഫണ്ട് റെക്കമെൻഡ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം കാണിച്ചു തരുന്നതാണ്. ഇവിടെ കറണ്ട് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറഞ്ഞ് 900.2451 രൂപയാണ് വരുന്നത്. 3 വർഷത്തെ CAGR ഗ്രോത്ത് എന്ന് പറയുന്നത് 17.06%. നമുക്കിവിടെ ഇത് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. 2 വർഷത്തെ നോക്കുവാണെങ്കിൽ 9.09% ആണ്. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. എക്സിറ്റ് ലോഡ് വരുന്നത് 1%. അതായത് നമ്മൾ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം 1 വർഷത്തിന് ഉള്ളിൽ നമ്മൾ വിഡ്രോ ചെയ്യുവാണെങ്കിൽ 1% നമുക്ക് എക്സിറ്റ് ലോഡ് വരുന്നതാണ്. അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.79% ആണ്. അത് നമുക്ക് ഇയർലി വരുന്ന എക്സ്പെൻസ് ആണ്. അതുപോലെ നമുക്ക് ലോക്കിംഗ് പീരീഡ് നോക്കുവാണെങ്കിൽ ഇവിടെ നില്ലാണ്. ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് മിസ്റ്റർ ശങ്കരനാണ്. അതുപോലെ തന്നെ സെക്ടർ ഏതൊക്കെ സെക്ടറുകളാണ് അപ്പോൾ നമ്മൾ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഏതൊക്കെ സെക്ടറുകളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതൊക്കെ കമ്പനികളാണ് ഹോൾഡ് ചെയ്യുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസാണ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. 2 ഓപ്ഷൻസാണ്. ഒന്നെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് മേടിക്കാൻ സാധിക്കും അല്ലെങ്കിൽ SIP ആയിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബൾക്കായിട്ട് മേടിക്കുന്ന ഓപ്ഷൻ കണ്ടു നോക്കാം. അതിന് ബൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ എത്രയാണോ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1 ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം എത്രയാണോ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. നമുക്കിവിടെ കണ്ടീഷൻ കൊടുക്കാം. കാരണം നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുവാണ്. നമുക്ക് കറണ്ട് NAV മതി, നമ്മൾ കണ്ടീഷൻ ഓർഡർ കൊടുക്കുന്നില്ല. അതിനുശേഷം ഏതാണ് പേയ്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്തു, ബൈ കൊടുത്തു, നമ്മൾ ഇൻവെസ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് പേ നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫണ്ട് ബൈ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് SIP നോക്കാം. നമ്മുടെ SIP സെലക്ട് ചെയ്തു. നമുക്കിവിടെ ഫസ്റ്റ് AMC SIP എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ SIP ഓർഡർ നേരിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം വഴിയായിരിക്കും നമ്മുടെ SIP ഓർഡർ ആവുന്നത്. നമ്മൾ നേരിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലേക്കാണ് SIP ഓർഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കിപ്പോൾ ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് SIP ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ ഭയങ്കര ഹെവിയാണ്, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ നമ്മളൊരു സ്റ്റോക്ക് ബ്രോക്കർ ഇപ്പോൾ നമ്മൾ സെറോദയൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ SIP കട്ടാകുന്ന 2 ദിവസം മുമ്പാണെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്കിവിടെ മാൻഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺലി നമ്മൾ മന്ത്ലി ആയിരിക്കും ഫിക്സഡ് ഇൻ്റർവെല്ലിലായിരിക്കും നമ്മളൊരു ഫിക്സഡ് ഡേറ്റിലായിരിക്കും ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഡേറ്റ് മറന്നു പോകും, സംടൈം നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് മാൻഡേറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കും. ആ ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇത് ഓട്ടോമാറ്റിക്കലി ഡെപ്റ്റ് ആയിക്കൊള്ളും. അതിനുവേണ്ടി നമ്മൾ ക്രിയേറ്റ് മാൻഡേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഏത് പേയ്മെൻറ്റ് ഇപ്പോൾ നമ്മളിവിടെ ICICI ഇവിടെ നെയിം കൊടുക്കുന്നു.
അതിനുശേഷം ഞാൻ UPI ആപ്പാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ മാൻഡേറ്റ് നെയിം അത് ഓപ്ഷണലാണ്. ശേഷം നമ്മൾ ഏത് പേയ്മെൻ്റ് ആണോ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ UPI ID എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് തൊട്ട് താഴെയായിട്ട് ഐ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ അവിടെയുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മാൻഡേറ്റ് ഓപ്ഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ആദ്യം എത്ര രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഓരോ മാസവും നമ്മൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫ്രീക്വൻസി നമുക്ക് ഫ്രീക്വൻസിയുടെ സ്ഥലം നമുക്ക് ഡെയിലി ഉണ്ട്, വീക്കിലി ഉണ്ട്, 15 ദിവസം കൂടുമ്പോൾ മന്ത്ലി. കോമൺലി നമ്മൾ മന്ത്ലിയാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സാലറിഡ് പേഴ്സൺ ആണെങ്കിൽ സാലറി ഇപ്പോൾ ഒരു 3rd or 4th ഒക്കെ നമ്മൾ അതിനനുസരിച്ച് ഡേറ്റ് സെലക്ട് ചെയ്യുക. പിന്നെ ഓട്ടോ സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ആക്ടിവേറ്റ് ആക്കി ഇടുവാണെങ്കിൽ ഏതാണ്ട് ഒരു 10% ആണ് ഇവിടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ നമ്മുടെ ഇപ്പം നമ്മളൊരു 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അടുത്ത ഒരു 6 മാസം കഴിയുമ്പോഴത്തേനും ഒരു 10% കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ. അത് വേണമെങ്കിൽ നമുക്ക് സെറ്റാക്കാം, ഓട്ടോ സെറ്റപ്പ് സെറ്റാക്കാം, അല്ലെങ്കിൽ സെറ്റാക്കില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാനിവിടെ സെറ്റാക്കുന്നില്ല. അതിനുശേഷം ക്രിയേറ്റ് SIP എന്ന് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. പേ നൗ എന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ SIP കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓട്ടോ പേ ആക്ടിവേറ്റ് ആക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ മന്തിലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് ഡെബിറ്റ് ആവുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.